നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന് അതിരുകളില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയ്ക്കും പുരോഗതിക്കുമുള്ള പങ്കാളിയാണ് ഫ്രാൻസ് എന്നും മോദി. ഇന്ത്യയുമായുള്ള വ്യാപാരം ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത പ്രസ്താവനയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. സർക്കാരിന് തിരിച്ചടി. നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമെന്നും ധനകാര്യ അനുമതിയില്ലെന്നും കോടതി. നടപടി KSU നേതാക്കളുടെ ഹർജിയിൽ. സാങ്കേതിക പ്രശ്നമെങ്കിൽ പിഴവ് നികത്തുമെന്നും ആവശ്യമെങ്കിൽ അപ്പീൽ പോകുമെന്നും മന്ത്രി P. രാജീവ്. പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന വിധിയെന്ന് VD സതീശൻ. സർക്കാരിന്റെ കർണത്തേറ്റ അടിയെന്ന് രമേശ് ചെന്നിത്തല. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പിഴവിന് കാരണം ദേവസ്വം ബോർഡിന്റെ വീഴ്ചയെന്ന് പ്രസിഡന്റ് K. ജയകുമാർ. ഓഡിറ്ററുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയില്ലെന്നും പിഴവുകൾ തിരുത്തി പുതിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും K. ജയകുമാർ. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടിൽ കൃത്യത വരുത്തുമെന്നും ഉറപ്പ്. തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി കടക്കാൻ ഇടതുമുന്നണിയും NDAയും. BJPയുടെ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് തുടക്കം. LDF യോഗം ഈ മാസം 23-ന്. ഇടതുപക്ഷത്തെ പരോക്ഷമായി വിമർശിച്ചും കോൺഗ്രസിനെ പുകഴ്ത്തിയും KPCC വേദിയിൽ നടൻ പ്രേംകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാമിനെയും ഇടനിലക്കാരൻ കൽപേഷിനെയും ചോദ്യം ചെയ്ത് ED. സത്യാവസ്ഥ പുറത്തു വരണമെന്നും കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടുമോ എന്നും ജയറാം. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന അന്വേഷണത്തിൽ ED. സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ നാളെ ആരംഭിക്കും. ഒമാനിൽ റമദാൻ വ്രതാരംഭം വ്യാഴാഴ്ച. വിശ്വാസികളെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പള്ളികൾ. പ്രതിരോധ മേഖലയിലും AI രംഗത്തും വൻ സഹകരണമാണ് ലക്ഷ്യം വെച്ച് ഇന്ത്യയും ഫ്രാൻസും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ദക്ഷിണ മുംബൈയിലെ ലോക് ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. ലോക് ഭവനിലെത്തിയ ഇമ്മാനുവൽ മാക്രോണിനെ പ്രധാനമന്ത്രി ആശ്ലേഷത്തോടെയാണ് സ്വീകരിച്ചത്. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന് അതിരുകളില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനം വലിയ സന്തോഷം നൽകുന്നതാണെന്നും ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ വലിയ ബന്ധമാണുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇമ്മാനുവൽ മാക്രോണിനൊപ്പം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഫ്രാൻസ് ഇന്ത്യയുടെ സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണറാണെന്നും മോദി പറഞ്ഞു. ആഗോള സ്ഥിരത, പുരോഗതി എന്നിവയ്ക്കായുള്ള പങ്കാളിയാണ് ഫ്രാൻസ്. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത H-125 ഹെലികോപ്റ്റർ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വ്യാപാരത്തിന് ഒരു തടസ്സവുമില്ല. ഫ്രാൻസുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വലിയ വഴിത്തിരിവായി. നമ്മുടെ കമ്പനികൾക്കും ഇത് ഇരട്ട നികുതി ഒഴിവാക്കുന്നതിന് സഹായകമായി. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല, കൈകോർക്കുമ്പോഴാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നതെന്നും മോദി പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് പാർട്ണർഷിപ്പ് നോസ് നോ ബൗണ്ടറീസ്. ഇറ്റ് ക്യാൻ റീച്ച് ഫ്രം ഡീപ് ഓഷൻസ് ടു ദ ടോളസ്റ്റ് മൗണ്ടെയിൻ. ഫ്രണ്ട്സ്, वर्ष 2026 भारत और यूरोप के संबंधों में एक टर्निंग पॉइंट है. ഇന്ന് പുലർച്ചെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുംബൈയിലെത്തിയത്. ഗവർണർ ആചാര്യ ദേവറാത്തും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ചേർന്ന് സ്വീകരിച്ചു. AI ഉച്ചകോടിയിലും മാക്രോൺ പങ്കെടുക്കും. 19-നാണ് ഇമ്മാനുവൽ മാക്രോൺ മടങ്ങുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്ന് വെർച്വൽ കോൺഫറൻസിലൂടെ കർണാടകയിലെ വെമഗലിൽ H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററായ ടാറ്റ എയർബസിന്റെ അവസാനഘട്ട അസംബ്ലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉച്ചകോടിയിൽ ലോകത്തെ പ്രമുഖ സാങ്കേതിക കമ്പനികളുടെ തലവന്മാരും വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. UK, ദക്ഷിണ കൊറിയ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ശേഷം AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമായി ഇന്ത്യ മാറി. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നടക്കുന്ന ആദ്യ ഉച്ചകോടി കൂടിയാണിത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് പുറമെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. സുന്ദർ പിച്ചെ, ഡെമിസ് ഹസാബിസ്, ബ്രാഡ് സ്മിത്ത് തുടങ്ങി 100-ലധികം കമ്പനികളുടെ പ്രതിനിധികളും ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. 2008-ൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 2 ഫ്രഞ്ച് പൗരന്മാർ ഉൾപ്പെടെ 150-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു.
സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നവകേരള സിറ്റിസൺ സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമെന്നും ധനകാര്യ അനുമതി ഇല്ലെന്നും കോടതി വ്യക്തമാക്കി. ബജറ്റ് വകയിരുത്തലോ ധനകാര്യ അനുമതിയോ ഇല്ലാതെ നവകേരള സർവേ നടത്താനിരുന്ന സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. KSU നേതാക്കൾ നൽകിയ ഹർജികളിലാണ് കോടതി നവകേരള സർവേ റദ്ദാക്കിയത്. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ജനങ്ങളോട് ചോദിച്ചറിയുവാൻ സംഘടിപ്പിച്ച നവകേരള സർവേ CPM-ന്റെ പാർട്ടി പരിപാടിയാണെന്ന് ഹർജിക്കാർ ആരോപിച്ചിരുന്നു. സർക്കാർ ചെലവിൽ CPM-ന്റെ പ്രചരണം നടത്തുവാനാണ് ശ്രമമെന്നും പ്രധാന സംഘാടകരിൽ പലരും CPM പ്രവർത്തകരാണെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ധനകാര്യ അനുമതിയില്ലാത്ത ഇത്തരം പരിപാടികൾ നിയമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയുടെയും വിലയിരുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ പൊതുധനം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം അനുവദിക്കാനാവില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. നവകേരള സർവേക്കെതിരായ ഹൈക്കോടതി വിധിയിൽ ആവശ്യമെങ്കിൽ അപ്പീൽ പോകുമെന്ന് മന്ത്രി P. രാജീവ്. വിധി സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. സാങ്കേതിക പ്രശ്നമാണെങ്കിൽ പിഴവ് നികത്തും. സർവേ റദ്ദാക്കിയത് രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയാണോ എന്നറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. സർവേ റദ്ദാക്കി വിധി വരട്ടെ. വിധി വന്നാലല്ലേ ഏത് കണ്ടീഷനിലാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാങ്കേതികമായിട്ടുള്ള റൂൾസ് ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ്. എന്തായാലും അത് റദ്ദാക്കിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിവരയിടുന്നതാണ് നവകേരള ക്യാമ്പയിനിലെ കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ നടപടി ബജറ്റ് മാനുവലിന്റെ ലംഘനമെന്നും സാമ്പത്തികമായ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ, ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. നവകേരള സർവേ റദ്ദാക്കിയ കോടതി വിധി സർക്കാരിന്റെ കരണത്ത് കിട്ടിയ അടിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. നാണംകെട്ട പരിപാടിയാണ് സർക്കാർ നടത്താൻ ശ്രമിച്ചതെന്ന് ആരോപിച്ച അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടി കേരളത്തിൽ മുൻപ് ഉണ്ടായിട്ടില്ലെന്നും വിമർശിച്ചു. നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചു. രാഷ്ട്രീയ പ്രചരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിക്കാനായിരുന്നു ശ്രമം. ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ എന്നെ എതിർത്തത്. കോടതിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോടതി ശരിയായ അർത്ഥത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത്. അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടായ പിഴവിന് കാരണം ദേവസ്വം ബോർഡിന്റെ വീഴ്ചയെന്ന് പ്രസിഡന്റ് K. ജയകുമാർ. ഓഡിറ്റുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയില്ലെന്നും പിഴവുകൾ തിരുത്തി പുതിയ റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അയ്യപ്പ സംഗമത്തിന്റെ ചിലവ് 4.99 കോടിയായി നിജപ്പെടുത്തും. കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ കമ്പനി ഈ തുക അംഗീകരിക്കണമെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായി മാറിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് പിഴവുകൾ സ്വയം ഏറ്റെടുത്ത ദേവസ്വം ബോർഡ് രംഗത്ത് വരുന്നത്. ഓഡിറ്ററുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കഴിയാത്തതും ആശയവിനിമയത്തിലെ വീഴ്ചയും പിഴവിന് കാരണമായതായി ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിൽ നിരവധി തിരുത്തലുകൾ വരുത്താനുണ്ട്. 10 ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. ഇവർ ഓഡിറ്ററുമായും കരാർ കമ്പനിയുമായി സംസാരിച്ച് തിരുത്തലുകൾ വരുത്തുമെന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ദേവസ്വം കമ്മീഷണറും അക്കൗണ്ട്സ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും അടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് അതിനുവേണ്ടി ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട് ബോർഡ്. ആ ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ തന്നെ പ്രവർത്തനക്ഷമമായി ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഓഡിറ്ററുമായിട്ട് ചർച്ച ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കടന്നുകൂടിയിട്ടുള്ള പല പരാമർശങ്ങളും വസ്തുതാപരമായ വെളിച്ചത്തിൽ അത് മാറിപ്പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതേസമയം അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുകാരായ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള കമ്പനി 7 കോടി രൂപയുടെ ബില്ലാണ് നൽകിയത്. എന്നാൽ ദേവസ്വം ബോർഡ് 4.99 കോടി മാത്രമേ നൽകൂവെന്ന് അവരെ അറിയിച്ചു. ഈ തുക അംഗീകരിക്കാതെ ഊരാളുങ്കൽ കമ്പനിക്ക് വേറെ മാർഗമില്ലെന്നാണ് K. ജയകുമാറിന്റെ മറുപടി. ആ 8.22 അവരുടെ ബില്ല് 7 കോടി. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ 4.99 തരുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചു. ബോർഡ് അഡ്വാൻസായി നൽകിയ 3 കോടി തിരിച്ച് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് പ്രതീക്ഷിച്ചിരുന്ന പലയിടത്തു നിന്നും തുക കിട്ടിയില്ല. എന്നാൽ അദാനി തരാമെന്ന് പറഞ്ഞ 1 കോടി രൂപ കിട്ടുമെന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാം, ഇടനിലക്കാരൻ കൽപേഷ് എന്നിവരെ ചോദ്യം ചെയ്ത് ഇഡി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുണ്ടോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ചില സംശയങ്ങൾ ചോദിച്ചുവെന്നും വീണ്ടും വരാൻ ഇഡി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ജയറാം പ്രതികരിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. ശബരിമലയിലെ വാതിൽപ്പാളികൾ ജയറാമിന്റെ വസതിയിൽ എത്തിച്ചതിന് പോറ്റി പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമുണ്ടെന്നും 1 രൂപയുടെ പോലും പണമിടപാട് നടന്നിട്ടില്ലെന്നുമാണ് ജയറാം SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. ശബരിമലയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഓരോ മലയാളിയുടെയും ബാധ്യതയാണെന്നും അതിലൊരാളാണ് താനെന്നും ജയറാം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ ഒരു മലയാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. ഇടനിലക്കാരൻ കൽപേഷും കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് സ്വർണം എത്തിച്ചു നൽകിയത് ഇയാളായിരുന്നു. എന്നാൽ പ്രതിഫലമൊന്നും ലഭിച്ചില്ലെന്നാണ് കൽപേഷ് SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാമെന്ന മിനിറ്റ്സിൽ തിരുത്തി എഴുതിയത് ജയശ്രീയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇവരുടെ കൈയക്ഷരം പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് ED കടന്നിട്ടുണ്ട്. മാത്രമല്ല ജയശ്രീയുടെ സ്വത്ത് വിവരങ്ങളും ED ശേഖരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. റമദാൻ മാസത്തിൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള നടപടികളുമായി ദുബായ്. ഇതിനായുള്ള ഫീൽഡ് പരിശോധനകൾ കർശനമാക്കിയതായി അധികൃതർ അറിയിച്ചു. ദുബായ് കോർപ്പറേഷൻ ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ഫെയർ ട്രേഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സൂപ്പർ മാർക്കറ്റുകൾ, ഗ്രോസറികൾ, പഴം, പച്ചക്കറി മാർക്കറ്റുകളിൽ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുന്നത്. പാൽ, മുട്ട, ഗോതമ്പ്, കോഴിയിറച്ചി, അരി, ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ, ബ്രെഡ് എന്നിങ്ങനെ 9 ഭക്ഷ്യവസ്തുക്കൾ അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയുടെ വില മുൻകൂർ അനുമതിയില്ലാതെ വർദ്ധിപ്പിക്കാൻ കച്ചവടക്കാർക്ക് അനുമതിയില്ല. നിർദ്ദേശം ലംഘിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു. സുരക്ഷിതമായ ഭരണഘടനയുടെ കീഴിൽ നല്ല നിയമ സംവിധാനങ്ങളുള്ള രാജ്യത്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്നതെന്ന് സമസ്ത AP വിഭാഗം നേതാവും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനുമായ ഡോക്ടർ മുഹമ്മദ് ഹക്കീം അസ്ഹരി. ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുമായുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ദുബായിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥയ്ക്ക് ഇലക്ഷനിൽ കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് മുൻകൂട്ടി പറയാറായിട്ടില്ല. നിമിഷപ്രിയയുടെ മോചനവും ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചുവെന്നും ഡോക്ടർ മുഹമ്മദ് ഹക്കീം അസ്ഹരി പറഞ്ഞു. കുവൈറ്റിൽ ഫ്രീലാൻസ് വർക്ക് വിഭാഗത്തിന്റെ കീഴിൽ റെസിഡൻസി പെർമിറ്റുകൾ അനുവദിക്കുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിനായി ഒരാൾക്ക് 750 മുതൽ 1000 ദിനാർ വരെ ഫീസാണ് ഈടാക്കുക. ഈ തുക രാജ്യത്തിന്റെ ഖജനാവിലേക്ക് പോകും. വിസ കച്ചവടം തടയുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി അറിയിച്ചു. ഈ വിഷയത്തിൽ നിലവിൽ ചർച്ചകൾ നടന്നുവരികയാണെന്നും 2 മാസത്തിനുള്ളിൽ അന്തിമ രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ സൈനിക ആവശ്യങ്ങൾക്കായുള്ള ലഘു വെടിയുണ്ട നിർമ്മാണശാല ആരംഭിച്ചു. രാജ്യത്ത് ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണിത്. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള സബാഹാണ് നായിഫ് ഫാക്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ വെടിയുണ്ട നിർമ്മാണം ആരംഭിക്കുന്ന ആദ്യ പരീക്ഷണമായാണ് ഈ പദ്ധതി കണക്കാക്കപ്പെടുന്നത്. ഉയർന്ന നിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നാറ്റോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുമാണ് നിർമ്മാണം നടക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് തന്ത്രപ്രധാനമായ നേട്ടമാണ് ഈ ഫാക്ടറി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചൈനീസ് സാങ്കേതിക വിദ്യ സഹായത്തോടുകൂടിയാണ് ഫാക്ടറി നിർമ്മിച്ചിരിക്കുന്നത്. ഗൾഫ് വാർത്തകൾ തുടരുന്നു. ജിദ്ദ മലപ്പുറം ജില്ലാ KMCCയുടെ അഭിമാന പദ്ധതിയായ കരുതലിന്റെ സ്വാന്തന സ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി 2026 ലോഞ്ചിങ്ങും കോർഡിനേറ്റേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു. റിപ്പോർട്ടിലേക്ക്. ജിദ്ദ ഷറഫിയ ക്വാളിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മലപ്പുറം ജില്ലാ KMCC കുടുംബ സുരക്ഷാ പദ്ധതി 2026 അംഗത്വ വിതരണ പ്രഖ്യാപനം വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. പദ്ധതിയിൽ അംഗമായ ഒരാൾ മരണപ്പെട്ടാൽ 5 ലക്ഷം വരെ ആശ്രിതർക്ക് നൽകുന്ന സഹായവും നിശ്ചിത വർഷം തുടർച്ചയായി അംഗത്വം തുടരുന്നവർക്ക് 25,000 രൂപ വരെ നൽകുന്ന ഫൈനൽ എക്സിറ്റ് ആനുകൂല്യം അടക്കമുള്ള സഹായങ്ങൾ ഈ വർഷം തുടരുമെന്ന്
കുടുംബ സുരക്ഷാ സ്കീം ചെയർമാൻ അസ്രഫ് മുല്ലപ്പള്ളി പറഞ്ഞു. ഈ പദ്ധതിയുടെ കീഴിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മരണാനന്തര ആനുകൂല്യമായി 5 ലക്ഷം രൂപ വരെ കൊടുക്കും. അതിനുശേഷം ചികിത്സാ പദ്ധതികൾക്കായി ചികിത്സ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ 1 ലക്ഷം വരെയും, പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയിൽ 25,000 രൂപ വരെയും നൽകി വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ മരണാനന്തര ചടങ്ങുകൾക്കായി നാട്ടിലാണെങ്കിൽ 10,000 രൂപയും സൗദിയിലാണെങ്കിൽ 350 റിയാലും ആ സമയത്ത് അവരുടെ കുടുംബത്തിന് നൽകി വരുന്നുണ്ട്. പ്രവാസം നിർത്തി നാട്ടിൽ പോവുകയും അംഗത്വം നഷ്ടപ്പെടുകയും ചെയ്തവർക്ക് വീണ്ടും ഈ പദ്ധതിയിൽ അംഗങ്ങളാകാൻ അവസരം നൽകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ചടങ്ങിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്തവരെ ആദരിച്ചു. മലപ്പുറം ജില്ലാ KMCC പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടുപറമ്പ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നാണി ഇസാഖ് ആമുഖ പ്രഭാഷണം നടത്തി. ചെയർമാൻ KK മുഹമ്മദ്, ട്രഷറർ ഇല്യാസ് കല്ലിങ്ങൽ, നാഷണൽ KMCC സെക്രട്ടറി നാസർ വെളിയങ്കോട്, ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VP മുസ്തഫ, സെക്രട്ടറി നാസർ മെച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടിപ്പ ഇരുമ്പി ഖിറാത്ത് നടത്തി. അബു കട്ടുപാറ നന്ദി പറഞ്ഞു. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ നാളെ ആരംഭിക്കും. ഒമാനിൽ വ്യാഴാഴ്ചയാണ് റമദാൻ വ്രതാരംഭം. വിശ്വാസികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പള്ളികളിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇഫ്താറിനായുള്ള സൗകര്യവും പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. റമദാൻ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ആത്മീയ പ്രഭാഷണങ്ങളും പള്ളികളിൽ നടക്കും. പ്രവാസി കൂട്ടായ്മകൾ അടക്കം വിവിധ സംഘടനകൾ ഇഫ്താർ വിരുന്നുകൾ ഒരുക്കും. ഇനി ഒരു മാസക്കാലം മുസ്ലിം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ ദിനങ്ങളാണ്. സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായതായി മാസപ്പിറവി നിരീക്ഷണ സമിതി സ്ഥിരീകരിച്ചു. റിയാദ് പ്രവിശ്യയിലെ തമീറിലാണ് മാസപ്പിറവി ആദ്യമായി ദൃശ്യമായത്. മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച റമദാൻ 1 GCC രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വ്രതാരംഭം ആരംഭിക്കും. ഇന്ന് രാത്രി മുതൽ പള്ളികളിൽ പ്രത്യേക റമദാൻ നമസ്കാരമായ തറാവീഹ് തുടക്കമാകും. ദുബായിൽ പണമടച്ചുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ റമദാൻ മാസത്തിലെ സൗജന്യ പാർക്കിംഗ് സമയം പ്രഖ്യാപിച്ചു. വൈകിട്ട് ഇഫ്താർ സമയം 2 മണിക്കൂർ സൗജന്യമായി പാർക്കിംഗ് അനുവദിക്കും. വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെയായിരിക്കും പണമടയ്ക്കാതെ പാർക്കിംഗ് അനുവദിക്കുക. റമദാൻ മാസത്തിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയും തുടർന്ന് രാത്രി 8 മുതൽ അർദ്ധരാത്രി 12 വരെയുമാണ് പാർക്കിങ്ങിന് ഫീസ് ഈടാക്കുക. എന്നാൽ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറും പാർക്കിംഗ് ഫീസ് ഈടാക്കും. റമദാനിൽ ദുബായ് മെട്രോ ഗ്രീൻ റെഡ് ലൈനുകളുടെ സമയക്രമവും പ്രഖ്യാപിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ 5 മുതൽ രാത്രി 12 വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ 5 മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 വരെയും മെട്രോ സർവീസ് നടത്തും. ഞായറാഴ്ച രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് മെട്രോ സേവനം ഉണ്ടാകുക. കുവൈറ്റിൽ ആശ്രിത വിസയിൽ 18 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് വിസ നൽകുന്നത് ഉടൻ ആരംഭിക്കും. ഇക്കാര്യത്തിൽ തനിക്ക് എതിർപ്പില്ലെന്ന് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹ് വ്യക്തമാക്കി. നിലവിൽ 5 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് മാത്രമാണ് പുതിയ ആശ്രിത വിസ അനുവദിക്കുന്നത്. പുതിയ തീരുമാനം വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. നിലവിൽ നിരവധി മാറ്റങ്ങളാണ് വിസ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ഭൂമി തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സർക്കാർ സ്വത്തായി പ്രഖ്യാപിക്കാനുള്ള ഇസ്രായേൽ അധികാരികളുടെ തീരുമാനത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്കിൽ നിയമപരവും ഭരണപരവുമായ പുതിയ യാഥാർത്ഥ്യം അടിച്ചേൽപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണിതെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനുള്ള ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തുന്നതായും സൗദി അറേബ്യ ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിന്റെ പുതിയ നടപടികൾ ദ്വിരാഷ്ട്ര പരിഹാരത്തെ ദുർബലപ്പെടുത്തുകയാണെന്നും സൗദി അറേബ്യ ആവർത്തിച്ചു പറയുന്നു. കുവൈറ്റിലെ നാടക സമിതിയായ ഫ്യൂച്ചർ ഐ തിയേറ്റർ ഫിലിം ക്ലബ് M. മുകുന്ദന്റെ നോവലിനെ ആസ്പദമാക്കി അവതരിപ്പിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നാടകം ആസ്വാദക ശ്രദ്ധ നേടി. ആസ്പെയർ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാടക പ്രേമികളും പങ്കെടുത്തു. സ്വദേശി നാടക സംവിധായകനും നിർമ്മാതാവുമായ ഹമദ് അൽ ജനായി ഉദ്ഘാടനം നിർവഹിച്ചു. കലയിലൂടെയുള്ള സാംസ്കാരിക വിനിമയം പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്യൂച്ചർ ഐ തിയേറ്റർ ആൻഡ് ഫിലിം ക്ലബ് പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ റിയാസ് സലീം സ്വാഗതവും പാട്രൺ ഷെമജ് കുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. 60ഓളം കലാകാരന്മാർ അണിനിരന്ന നാടകത്തിൽ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ശബ്ദ സാന്നിധ്യം ശ്രദ്ധേയമാണ്. പ്രശസ്ത സംവിധായകനായ എമിൽ മാധവിയായിരുന്നു നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത്.
ഇനി മറ്റു വാർത്തകൾ നോക്കാം. കോടതിയലക്ഷ്യ ഹർജിയിൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് നടപടി. സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ തുടർ നടപടി എടുക്കാത്തതിലാണ് കോടതിയലക്ഷ്യ ഹർജി. കേരള സർവകലാശാല വൈസ് ചാൻസലർ നേരിട്ട് ഹാജരാകുവാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ തുടർ നടപടിയെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വൈസ് ചാൻസലർക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. അനിൽകുമാറിനെ മുൻപ് സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കുവാൻ കോടതി സിൻഡിക്കേറ്റിന് നിർദ്ദേശം നൽകിയിരുന്നു. സിൻഡിക്കേറ്റ് തീരുമാനം വീണ്ടും പരിശോധിച്ചെങ്കിലും VC ഇത് അംഗീകരിച്ചില്ല. ഫലത്തിൽ കോടതി നിർദ്ദേശം VC അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ രജിസ്ട്രാർ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. VCയുടെ നടപടിയിൽ പ്രഥമദൃഷ്ട്യാ കോടതിയലക്ഷ്യമുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഇതേ തുടർന്നാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലോട് നേരിട്ട് ഹാജരാകുവാൻ കോടതി നിർദ്ദേശം നൽകിയത്. അമൃത ന്യൂസ്, കൊച്ചി. തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി കടക്കാൻ ഇടതുമുന്നണിയും NDAയും LDF യോഗം ഈ മാസം 23 ചേരും. BJPയുടെ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനും ഇന്ന് തുടക്കമായി. അതേസമയം UDFന്റെ ഔദ്യോഗിക ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിലെത്തിയ മുന്നണികൾ ഔദ്യോഗികമായി സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുകയാണ്. UDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഈ മാസം 23-നാണ് ഇടതുമുന്നണി യോഗം ചേരുക. ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയത്തിലും തുടക്കമാകും. BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ഇന്ന് ഔദ്യോഗികമായി ആരംഭിച്ചു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേരളത്തിന്റെ പ്രഭാരിമാരായ വിനോദ് താവഡെ, ശോഭാ കരന്തലജെ, പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത്. പാർട്ടിയുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി യോഗം കൂടുകയും BJP മത്സരിക്കുന്ന അസംബ്ലികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ മറ്റു മുന്നണി ഘടകകക്ഷികൾ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് അതാത് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട്. അതും കൂടെ നടത്തിയതിന് ശേഷം BJPയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡിന് BJPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്കായിട്ട് ഈ ലിസ്റ്റ് ഡൽഹിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാല, തിരുവല്ല തുടങ്ങിയ സ്റ്റാർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാകും BJP ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. മാർച്ച് ആദ്യവാരം തന്നെ 3 മുന്നണികളും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടതുപക്ഷത്തെ പരോക്ഷമായി വിമർശിച്ചും കോൺഗ്രസിനെ പുകഴ്ത്തിയും ചലച്ചിത്ര താരവും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ കലാകാരന്മാരുടെ ആവിഷ്കാരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം ഫാസിസമെന്ന വിമർശനം വർഗീയതയ്ക്കെതിരെ പോരാടാൻ കോൺഗ്രസ് അല്ലാതെ ഒരു ബദൽ ഇല്ല എന്നും പ്രേംകുമാർ കോട്ടയത്ത് പറഞ്ഞു. KPCC സംസ്കാര സാഹിതി കോട്ടയത്ത് സംഘടിപ്പിച്ച ഉത്സവ് 2026 പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ പുരസ്കാര വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷൻ താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് സമുച്ചയത്തിലെ സൗത്ത് പ്ലാസയിലായിരുന്നു ചടങ്ങുകൾ. 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പുരുഷൻ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്നത്. പാർലമെന്റ് സമുച്ചയമായ ജദിയ സംസത്തിന്റെ സൗത്ത് പ്ലാസയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 11ാമത് പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. 49 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്തെ പുതുക്കിപ്പണിയാൻ ഐക്യത്തോടെ നിലകൊള്ളണമെന്ന് താരിഖ് റഹ്മാൻ പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ നേതാക്കളും ഉദ്യോഗസ്ഥരും സ്ഥാനമൊഴിഞ്ഞ ഇടക്കാല സർക്കാർ നേതാവ് മുഹമ്മദ് യൂനിസും പങ്കെടുത്തു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയുമാണ് പങ്കെടുത്തത്. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോങ്ബെ, പാകിസ്ഥാൻ ആസൂത്രണ മന്ത്രി അഹ്സാൻ ഇക്ബാൽ, UK അണ്ടർ സെക്രട്ടറി സീമ മൽഹോത്ര എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. താരിഖ് റഹ്മാനെ സംബന്ധിച്ച് ബംഗ്ലാദേശിന്റെ തകർന്നുപോയ സമ്പദ് വ്യവസ്ഥയും സമാധാന അന്തരീക്ഷവും വീണ്ടെടുക്കുക എന്നതാണ് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള ബന്ധം വളരെ മോശമായ അവസ്ഥയിലാണ് താരിഖ് അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ താരിഖിന്റെ ഓരോ നീക്കങ്ങളും ഇന്ത്യ നിരീക്ഷിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. 2020 ലോകകപ്പിൽ നിന്നും ഓസ്ട്രേലിയ പുറത്ത്. ഇതോടെ സിംബാബ്വെ T20 ലോകകപ്പിന്റെ സൂപ്പർ 8-ൽ കടന്നു. ഗ്രൂപ്പ് ബിയിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന സിംബാബ്വെ അയർലൻഡ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് സിംബാബ്വെ സൂപ്പർ 8-ലെത്തിയത്. മത്സരം ഉപേക്ഷിച്ചതോടെ സിംബാബ്വെയും അയർലൻഡും ഓരോ പോയിന്റുകൾ പങ്കുവെക്കുകയായിരുന്നു. ഇതോടെ മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും അയർലൻഡും സൂപ്പർ 8 കാണാതെ പുറത്താകുകയായിരുന്നു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.